എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തേയിന്റെ വീടാണ്. തേയാണെങ്കിൽ അത്ര അധികം ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത്. മൂക്ക് അങ്ങോട്ട് വന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എനിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് പറയുമ്പോൾ മൂക്ക് നീ ഓൾറെഡി അത് മനസ്സിലാക്കിയോന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവില്ലേ, ഇത്രയും വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പീച്ചിന് ഇഷ്ടപ്പെടില്ല. അപ്പോഴാണ് മൂക്കിന് മനസ്സിലാവുന്നത് അവൻ ഉദ്ദേശിച്ച കാര്യമല്ല തേ ഉദ്ദേശിച്ചെന്ന്. പെട്ടെന്ന് അങ്ങോട്ട് പീച്ച് വരുമ്പോഴേക്കും അവൻ ഓടിച്ചെന്ന് അത് മറച്ചൊടിക്കാണ്. നീ വേഗം അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. ബട്ട്ലറോടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്റെ ചില്ല ഹൗസിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാണ്. ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആണെന്നാണ് നമ്മുടെ ബീച്ച് പറയുന്നത്. ആണെങ്കിൽ ചോദിക്കുന്നത് നിനക്ക് എന്റെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന്. പക്ഷെ നമ്മൾ ഇപ്പൊ ഡേറ്റിംഗ് ചെയ്യുന്നല്ലേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ തന്നെ നമ്മുടെ ആണെങ്കിൽ എണീറ്റിട്ട് അവന്റെ കോട്ടിന്ന് റിങ് എടുക്കാൻ പോകും പോലെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബീച്ച് പറയുന്നുണ്ട് എനിക്കറിയാം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ സത്യമായിട്ട് പറയാണ്, നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കത്തി കൊണ്ട് നിന്നെ വരയൊന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചെക്കൻ എപ്പോഴുള്ള പോലെ ആ സ്റ്റൈല് മുടി പിടിച്ച് വലിക്കാണ്. അങ്ങനെ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുമ്പോഴാണ് പീച്ചാണെങ്കിൽ അവന്റെ ഫോണിൽ തവാന്റെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് കാണുന്നത്. അത് അവരുടെ പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം തവാൻ കാരണം ഒന്നും കൂടി റീച്ചൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ്. അങ്ങനെ നമ്മുടെ റാനാണെങ്കിൽ തവാന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കുറെ പ്രാവശ്യം കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അവൻ കോൾ കൊടുക്കുന്നില്ല. അവിടെയെങ്ങും ആരുമില്ല. വീട്ടിന് മുമ്പിലാണെങ്കിൽ നോട്ടീസൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന റാനിന് നല്ല രീതിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ തേയിന്റെ വീട്ടിലാണെങ്കിൽ അവര് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. പീച്ച് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഓർഫനേജിൽ നിന്നാണ് അവിടുന്ന് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു കുട്ടീനെ അവരുടെ പേരൻസ് നന്നായിട്ട് ഹേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വരണമെന്നാണ് പറയുന്നത്. നമ്മൾ തേ കൂടെ വരാമെന്ന് പറയുമ്പോഴേക്കും മൂക്ക് പറയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു മീറ്റിംഗ് ഉണ്ട്, പോകാൻ പറ്റത്തില്ല എന്ന്. എന്നാ നീ മീറ്റിങ്ങിന് പോക്കോ, കഴിയുമ്പോൾ വന്നാൽ മതി എന്ന് പീച്ചും പറയുന്നുണ്ട്. നിനക്ക് എന്ത് ഹെൽപ്പിന് ഞാനുണ്ടാവും, കഴിയുമ്പോൾ തന്നെ ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീച്ചിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് നേരെ പീച്ച് ചെല്ലുന്നത് ഓർഫനേജിട്ടാണ്. അവിടെയാണെങ്കിൽ ആ കുട്ടി ഒട്ടും വയ്യാതെ കിടക്കാണ്. അവൻ കയറി ചെന്നിട്ട് ആ കുട്ടിയുടെ ബ്രദറിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇവളുടെ ഈ അവസ്ഥയിൽ വളരെ സങ്കടം ഉണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത്. നമ്മുടെ മദറിനോട് പീച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. ആ കുട്ടിയെ കൊണ്ടുപോയ പാരൻസ് അവളെ നന്നായിട്ട് തല്ലി ചീത്തോറയൊക്കെ ചെയ്തു. ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ നെയ്ബേഴ്സ് കംപ്ലൈന്റ് കൊടുത്തു, ആ വഴിയാണ് അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തേ ആണെങ്കിൽ ഓഫീസിലേക്ക് പോവാൻ നിൽക്കുന്ന അതേ ലിഫ്റ്റ് തടഞ്ഞിട്ട് നമ്മുടെ റാൻ അങ്ങോട്ട് ഓടി വരാണ്. വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒന്ന് സംസാരിക്കാനുണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചിട്ട് അവര് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും റാനിനെ എങ്ങനെയെങ്കിലും തിരിച്ച് കണ്ടുപിടിക്കണം, അതിന് നീ എന്നെ സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ തേ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബാഡ് ക്യാരക്ടറുള്ള ഒരാളെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ലെറ്റേഴ്സും ഫ്ലവേഴ്സും കൊടുത്തിട്ട് അഭിനന്ദിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിതേപോലെ ഫണ്ണായിട്ട് സമയം കളയാനായിട്ട് സമയമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നീ നിന്റെ പണി നോക്കി പോകാനാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ റാനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നിന്നോട് ബെഗ് ചെയ്യാണ്, എൻ്റെ അടുത്തുനിന്ന് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നീ എടുത്തോളാൻ. അതായത് ഒരു 1 night സ്റ്റാൻഡിന് റാനിന് സമ്മതമാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ തേക്ക് സങ്കടമായിട്ട് അവനെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട്. നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് പീച്ചും കയറി വന്നത്. പീച്ച് ഓടി വന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒത്തിരി കഴിയല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ല. അത് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് റാനിനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ടച്ചാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ഇപ്പോൾ ഒളിവിലാണ് താമസിക്കുന്നത്. അവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് കുറെ ചീത്ത പറയുന്നുണ്ട്. നീ ഇങ്ങനെ ഒരു ട്രബിൾ മേക്കർ ആവരുത്, എല്ലാം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരാൻ. പക്ഷെ അവൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങോട്ട് തന്മ വന്നിട്ട് ചൂടാവുന്നുണ്ട്. നീ ശരിക്കും ഒരു ഫ്രണ്ടാണോ, നീ എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് തേയിന്റെ മുമ്പിൽ ജയിക്കണമെന്ന് പറയുന്നുണ്ട്. നിന്റെ എല്ലാം കഴിഞ്ഞിട്ട് നീ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ റാനാണെങ്കിൽ പീച്ചിനോട് സംസാരിക്കാണ്. പീച്ച് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ ശരിക്കും വെറീഡായിട്ടാണോ അല്ലെങ്കിൽ അവനോട് നിനക്ക് ശരിക്കും ഫീലിങ്സ് ഉണ്ടോ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അവന് ഇഷ്ടമാണെന്നുള്ള സത്യം നമ്മുടെ റാൻ തുറന്നു പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ തേനെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയുമ്പോഴേക്കും നീ എങ്ങനെ മനസ്സിലാക്കുന്നത്, നീ പറഞ്ഞ് എങ്ങനെയാണ് തേ കേൾക്കാന്ന് വയ്ക്കുമ്പോഴേക്കും ഓൾറെഡി ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ചെയ്യാണ്, ഞങ്ങൾ ലവേഴ്സാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന റാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കരയാണ്. സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, കുറച്ചു മുമ്പ് കൂടെ കിടക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞത്. നീ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് കരയുമ്പോഴും നമ്മുടെ പീച്ച് പറയുന്നത് എനിക്ക് നിന്റെ അവസ്ഥ നന്നായിട്ട് മനസ്സിലാവും,
മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നീ ഇനി ആരുടെ മുമ്പിലും കരയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തേ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ പീച്ചാണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പറയുന്നുണ്ട്. അവിടെ തേ നിൽക്കുന്നത് റാനും കാണുന്നുണ്ട്. അങ്ങനെ അവര് മൂന്നുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ റാനാണെങ്കിൽ ആദ്യം സോറി ചോദിക്കുകയാണ്. അങ്ങനെയെല്ലാം സംസാരിച്ചതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നീ പറഞ്ഞ കാര്യം കേട്ട് പീച്ച് എന്നോട് ദേഷ്യത്തിലാവുകയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളഞ്ഞേനെന്ന് അവൻ കുറച്ച് ടെററായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പീച്ചാണെങ്കിൽ അത് പോട്ടെ, ഇനി വിട്ടേക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്റെ ഡാർലിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അവന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുന്ന സീരിയൽ ഡയലോഗ് പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ റാൻ ചിരിക്കാണ്. എന്താടാ നീ ചിരിക്കുന്നത്, നിനക്ക് എന്നെ പേടിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, എങ്ങനെയെങ്കിലും തന്മേനെ രക്ഷിക്കണം എന്നുള്ള കാര്യം അവരവിടെ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുമ്പോഴേക്കും പീച്ചിന്റെ വീട്ടിയിട്ടാണ് തേ വരുന്നത്. മൂക്കാണെങ്കിൽ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തന്മയും ടച്ചൊക്കെ ഇവിടെ തന്നെയുണ്ട്. അവര് ഒളിച്ചു താമസിക്കുകയാണ്. നമുക്ക് കുറച്ച് ക്യാഷ് എറിഞ്ഞിട്ട് അവരെ പിടിക്കാം എന്നുള്ള ഐഡിയയും തേ പറയുന്നുണ്ട്. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ പോകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ തേയാണെങ്കിൽ മൂക്കിനെ ബൈ ബൈ പറയുമ്പോഴേക്കും നീ പോകുന്നില്ലേന്ന് പീച്ച് വയ്ക്കുന്നുണ്ട്. ഞാനൊന്നും പോകുന്നില്ല, ഞാനിന്ന് ഇവിടെ നിന്നോളാന്ന് പറഞ്ഞ് കുഞ്ഞു കുട്ടികളെ പോലെ വഴക്കിടാണ്. നീ ഇപ്പൊ പൊക്കോ, എന്നിട്ട് നിന്റെ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 5 ഡ്രസ്സിൽ കൂടുതൽ നീ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. എന്നിട്ട് നീ എൻ്റെ ഒപ്പം നിന്നോളാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ തേക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. മൂക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് അവന് ചിരി സഹിക്കാൻ പറ്റാതെ നിൽക്കാണ്. പോകുന്ന വഴിക്ക് മൂക്ക് കാണാതെ നമ്മുടെ തേയാണെങ്കിൽ ഒരു ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് പോയി കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടോണ്ട് ടച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നേരെ തിരിച്ച് നമ്മുടെ പീച്ച് വീട്ടിലേക്ക് കയറുമ്പോഴാണ് തേയുടെ ഫോൺ മറന്നു വെച്ചേക്കുന്ന കാര്യം അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ മൂക്കിനെ വിളിച്ച് പറയുന്നുണ്ട്, തേയുടെ ഫോൺ മറന്നു വെച്ചിട്ടുണ്ട്, തിരിച്ചു വന്ന് കളക്ട് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ ബാക്കിൽ നിന്ന് ഫയർ ചെയ്യുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോൺ കോള് കട്ടാവാണ്. നമ്മുടെ പീച്ച് ഒത്തിരി പേടിക്കുന്നുണ്ട്. അവൻ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും കോള് സ്വിച്ച് ഓഫ് എന്നാണ് കേൾപ്പിക്കുന്നത്. അങ്ങനെ ആ വണ്ടി സ്ലൈഡ് ചെയ്ത് നിർത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ടച്ച് ഒരു ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് വരാണ്. നമ്മുടെ മൂക്കിന്റെ മുമ്പിട്ടാണ് ചെന്ന് പെടുന്നത്. മൂക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ തേയും വന്നിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. തേ പറയുന്നുണ്ട്, നീ ഇതൊക്കെ നിർത്തിക്കോ, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല. എല്ലാം മര്യാദക്കാക്കിയിട്ട് നന്നായിട്ട് ജീവിക്കാനും ഉപദേശിച്ചിട്ടാണ് അവിടെ നിന്ന് വിടുന്നത്. തിരിച്ചു പോകുന്ന വഴി മൂക്ക് പറയുന്നുണ്ട്, നിന്റെ ഫോൺ അവിടെ വെച്ച് മറന്നു, പോയി എടുക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ട, ലുപ്പീച്ച് ഇപ്പൊ നന്നായിട്ട് ഉറങ്ങായിരിക്കും, അവനെ ശല്യപ്പെടുത്തണ്ടെന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവന്റെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് റാൻ അങ്ങോട്ടേക്ക് വരുന്നത്. റാനിനെ കാണുന്ന തനിക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. റാൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നെന്ന്. അറിയത്തില്ല, എനിക്കിപ്പോ വീടൊന്നും കിട്ടില്ലല്ലോ, ഏതെങ്കിലും ഒരു കോണ്ടോ നോക്കണമെന്ന്. എന്റെ വീട് നിനക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആന്ന് പറയുന്നുണ്ട്. അപ്പൊ നിനക്ക് എന്നോട് ദേഷ്യമില്ലെന്ന് നോക്കുമ്പോ ഇല്ലാന്ന് പറഞ്ഞ് അവര് കെട്ടിപ്പിടിക്കാണ്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളും എല്ലാം അവിടെ അവസാനിക്കുന്നു. ഇതേ സമയം നമ്മുടെ തേയിന്റെ വീട്ടിലേക്ക് അവന്റെ അച്ഛനും അമ്മയും വരാണ്. മൂക്കിനോട് സംസാരിച്ചതിന് ശേഷം അവരകത്തേക്ക് കയറാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പീച്ച് വരുന്നത്. പീച്ചിനെ കാണുന്ന ബോഡി ഗാർഡ് പീച്ചിന്റെ നേരെ കണ്ണ് പോയിന്റ് ചെയ്യുമ്പോഴേക്കും മൂക്ക് കയറി ഇടപെടുന്നുണ്ട്. ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പീച്ചിനെ അകത്ത് വിളിച്ചു വരുത്തി അവരുടെ അച്ഛനും അമ്മയും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് തേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തേയാണെങ്കിൽ കുറച്ച് ടെൻഷൻ അടിച്ചാണ് വരുന്നത്. തേനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫ്രണ്ടിനെ എന്തിനാണ് ഇത്ര സ്വാതന്ത്ര്യം കൊടുത്ത് ഇങ്ങോട്ട് വരുത്തിയതെന്ന്. അച്ഛനും അമ്മയും ചോദിക്കുമ്പോഴേക്കും തേ പറയാണ്, ഇതെന്റെ വെറും ഫ്രണ്ടല്ല, ഇതെന്റെ ബോയ് ഫ്രണ്ടാന്ന്. അമ്മക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാന്നാണ് അമ്മ പറയുന്നത്. അമ്മയാണെങ്കിൽ പറയുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അവന്റെ ഈ ഒറ്റപ്പെടലിൽ നിന്ന് നീയാണ് അവനെ രക്ഷിച്ചതെന്ന് എനിക്കറിയാന്ന്. അങ്ങനെ നമ്മുടെ തേയാണെങ്കിൽ അച്ഛനോട് സംസാരിക്കാനിരിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെടുമെന്നാണ് സംശയം. ഇല്ല, അതൊക്കെ സെറ്റാണെന്നും തേ പറയുന്നുണ്ട്. അങ്ങനെ അവന്റെ അച്ഛനും അമ്മേനെയും അവൻ അന്ന് കൺവീൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി നമ്മുടെ പീച്ചാണെങ്കിൽ പൊക്കത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് തേ വരാണ്. എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, അങ്ങനെ എല്ലാം ഓക്കെ ആയാലും എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തന്മേനെ കണ്ടുപിടിക്കണമെന്നും പറയുന്നുണ്ട്. അതെല്ലാം സെറ്റാക്കാം. ആദ്യം ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്, എന്ത് വേണേലും ചോദിച്ചോളാൻ പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഒന്ന് കിസ് ചെയ്തോട്ടെ എന്നാണ് നമ്മുടെ തേ ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ തേ ആണെങ്കിൽ പീച്ചിനെ നന്നായിട്ട് കിസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി വേണമെന്ന് പറയുമ്പോഴേക്കും പറ്റത്തില്ല, പോയി കുളിക്കാനാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ അച്ഛൻ താഴെ നടക്കുന്ന സമയത്ത് അവൻ താഴത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ചോദിക്കുകയാണ്, എന്താണ് ഈ സമയത്ത് ഇങ്ങനെ നടക്കുന്നതെന്ന്. ഒന്നുമില്ല, ചുമ്മാ വന്നാന്ന് പറയുന്നുണ്ട്. പീച്ചച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങളുടെ ഫാമിലിക്ക് ഒരു റെപ്യൂട്ടേഷനും നഷ്ടപ്പെടില്ല, നല്ല രീതിക്ക് ബിഹേവ് ചെയ്തോളാന്ന്. അതാലോചിച്ച് നീ സങ്കടപ്പെടണ്ട, കാരണം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സ്വന്തം ഇഷ്ടത്തിനാണ് പ്രാധാന്യം
പ്രോത്സാഹനം നൽകുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനോട് സംസാരിച്ചതിന് ശേഷം റൂമിൽ പോയി കിടക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും തേ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവനാണെങ്കിൽ ഓരോ കാര്യം സംസാരിച്ച് സമയം നീങ്ങുന്നുണ്ട്. അവസാനം നമ്മുടെ പീച്ച് പറയുന്നുണ്ട്, ഒരു ബ്രൗൺ പപ്പിക്കുട്ടി കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമാണല്ലേ എന്ന്. നമ്മുടെ തേ അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കിസ് ചെയ്തിട്ട് ഒരു ഇന്റിമേറ്റ് സീനിലേക്കാണ് അത് പയ്യെ പയ്യെ മാറുന്നത്. അങ്ങനെ അന്ന് രാത്രി അവർ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ മൂക്കാണ് അവനെ കൊണ്ടുവരുന്നത്. തേയാന്ന് വിചാരിച്ച് എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും കുറച്ച് സമയവും കൂടി ഉള്ളൂന്ന് നമ്മുടെ മൂക്ക് പറയുന്ന കേട്ട് അവൻ കെട്ടഴിച്ച് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ തേയാണെങ്കിൽ ഒരു പട്ടിക്കുട്ടീനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ പറ, ഇനി ബ്രൗൺ പപ്പിക്കുട്ടിയാണോ ഞാനാണോ ക്യൂട്ടെന്ന്? അങ്ങനെ പറയണമെങ്കിൽ പപ്പിക്കുട്ടി തന്നെയാണ് ക്യൂട്ട്. പക്ഷേ എന്റെ ഹൃദയം വിൻ ചെയ്തേക്കുന്നത് നീയാന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ തേക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇതെല്ലാം കണ്ടോണ്ട് നമ്മുടെ മൂക്ക് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരിയൊക്കെ അടക്കി പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഈ ഒരു സീനും കൂടി കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.